സ്വർണ്ണ കച്ചവടം, ഗോൾഡിന്റെ ബിസിനസ് എങ്ങനെ ലീഗലായിട്ട് ചെയ്യാം, നിയമപരമായി എങ്ങനെ ചെയ്യാം, അതും വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ചെയ്യാം. നമ്മളിപ്പം ഡെയിലി വാർത്ത കാണാറുണ്ട്, സ്വർണം കള്ളക്കടത്ത് പിടിച്ചു, അത് പിടിച്ചു, ഇത് പിടിച്ചു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കള്ളക്കടത്തിനോ അല്ലെങ്കിൽ ഇല്ലീഗൽ സർക്കാരിനെതിരെയുള്ള ഒരു പണിക്കും പോകേണ്ട ആവശ്യമില്ല. സ്വർണം നമുക്ക് വളരെ ലീഗലായിട്ട് ബിസിനസ് ചെയ്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതും വളരെ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാം. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് വരിക, അതും 100% ലീഗലായിട്ട് ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത ഗോൾഡ്, പിന്നെ ഈ അവിടെ നിന്നുള്ള എക്സ്പോർട്ട് ലൈസൻസോട് കൂടി ആ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് വരിക, നേരെ ദുബായിലേക്ക് വരിക, ദുബായിൽ ഈ സാധനം മറച്ചു വിൽക്കുക. ഞാൻ നേരിട്ട് സിയറ ലിയോൺ പോലുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നതാണ്. സെനഗൽ, സിയറ ലിയോൺ, ഗാംബിയയിലും ഒക്കെ. സിയറ ലിയോൺ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലീഗലായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യാം. അത് 100% ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഗവൺമെന്റിന്റെ ഗാർഡ് നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ 1 കിലോ ഗോൾഡ്, 1/2 കിലോ ഗോൾഡ് വരെ നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങളുടെ ഗാർഡ് നിങ്ങളെ കൊണ്ടുവന്ന് എയർപോർട്ടിലാക്കും. ഫ്ലൈറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് 20 കിലോ വരെ ഗോൾഡ് ബൈ ഹാൻഡ് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടാവുമായിരുന്നു. അവിടുത്തെ എല്ലാ ലീഗൽ ടാക്സുകളും അടച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിൽ എത്തുമ്പോൾ, ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ദുബായിലെ ഒരു 23 ക്യാരറ്റ് ഗോൾഡ് ബാറിന്റെ ഒക്കെ ഏകദേശം വില $81,000 സംതിങ് ആണ്. 80 മുതൽ $82 വരെയുള്ള $82,000 വരെയുള്ള ഒരു പ്രൈസ് ആണ്. ഇതേ സാധനത്തിന് നിങ്ങൾക്ക് സിയറ ലിയോൺ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യത്ത് നിങ്ങൾ ഇത് വാങ്ങിക്കുന്ന വില എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് $70,000 അതിന് താഴെയാണ്. $65,000 മുതൽ $70,000 നിങ്ങൾ ഈ സാധനം വാങ്ങിക്കുന്നത്. അതായത് ആഫ്രിക്കയിൽ നിന്ന് ഈ സാധനം ഫ്ലൈറ്റ് കയറി ദുബായിലേക്ക് ഇറങ്ങിയാൽ ഏകദേശം $10,000 മുകളിലാണ് 1 കിലോയിൽ. ഞാൻ ഏറ്റവും കുറഞ്ഞൊരു ഇതാണ് പറയുന്നത്. 10,000 മുതൽ $17,000 വരെയാണ് 1 കിലോ ഗോൾഡിന്റെ വില വ്യത്യാസം. അപ്പൊ 70,000 വരെ $65,000 എന്ന് പറയുന്നത് നിങ്ങൾ 65,000-ന് 85 കൊണ്ട് കുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എത്ര രൂപയാണ് നിങ്ങൾക്ക് ചെലവുള്ളത് സാധനം കയറി വന്നാൽ ഇവിടെ. പിന്നെ ദുബായിൽ ഇത് 100% ലീഗലാണ്, 100% ലീഗലാണ്. ദുബായിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ വന്നിറങ്ങുക, അതിനുശേഷം ഇത് കസ്റ്റംസിൽ ഇത് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 50 ദിർഹംസിന് താഴെയുള്ള ഒരു തുക മാത്രമാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. അതുമായിട്ട് പുറത്തിറങ്ങുക, നിങ്ങൾക്ക് 100% ഇത് വിറ്റ് കാശ് ഉണ്ടാക്കാം. അതിന് വേണ്ട 2 സംഗതികൾ എന്ന് പറയുന്നത് അവിടുത്തെ ചില ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. ആഫ്രിക്കയിൽ നിങ്ങൾക്ക് ഒരു ലീഗൽ ഫോർമാലിറ്റി ഉണ്ട്, അത് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അല്ലാതെ കള്ളക്കടത്തിനോ ആവശ്യമില്ലാത്ത പണിക്കോ പോയി 2ാം നമ്പർ പണിയൊന്നും ചെയ്ത് ആരും ജീവിതം തുലയ്ക്കേണ്ട ഒരാവശ്യമില്ല. ലീഗലായി നിങ്ങൾക്ക് ഗോൾഡ് ബിസിനസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഡയമണ്ട്. അതായത് ഡയമണ്ട് രത്നങ്ങൾ എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വലിയ കോടീശ്വരനാകാം. വളരെ സിമ്പിൾ ആണ്. നമ്മളൊക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഡയമണ്ട് കള്ളക്കടത്ത് നടത്തുന്നത്. ലീഗലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഡയമണ്ട് കള്ളക്കടത്താരും നടത്തുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യയിൽ ഡയമണ്ട് ഒരാൾ എന്തിനാണ് കള്ളക്കടത്ത് നടത്തുന്നത്? ടാക്സ് വെട്ടിക്കാനായിരിക്കുമല്ലോ. എന്നാൽ റഫ് ഡയമണ്ട്, അതായത് പോളിഷ് ചെയ്യാത്ത ഡയമണ്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സർക്കാർ ചാർജ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് 0.25% ആണ്. അതായത് 1%-നും താഴെ 0.25% മാത്രം ടാക്സബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഡയമണ്ട്. പിന്നെ എന്തിനാണ് ആൾക്കാർ ഈ ഡയമണ്ട് കള്ളക്കടത്ത് നടത്തുന്നത്? എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമാണ് ഈ ഡയമണ്ടിന്റെ സ്മഗ്ലിംഗ് ഒക്കെ ഇന്ത്യയിൽ നടക്കുന്നത്. സിനിമക്കാരുടെ മാത്രം കഥയായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഡയമണ്ട് നിങ്ങൾക്ക് വളരെ ലീഗലായി ബിസിനസ് ചെയ്യാവുന്നത്? അതും ഡയമണ്ട് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എസ്പെഷ്യലി റഫ് ഡയമണ്ട് പർച്ചേസ് ചെയ്യാനോ അത് വിൽക്കാനോ ഒക്കെ നിങ്ങൾക്ക് കോടികളുടെ ആസ്തിയൊന്നും ആവശ്യമില്ല. വളരെ കുറച്ച് പൈസയ്ക്ക് ഇത് ചെയ്യാവുന്ന കാര്യമാണ്. ആഫ്രിക്കയിൽ ചെല്ലുക, ആഫ്രിക്കയിൽ എത്തുക, ആഫ്രിക്കയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് റഫ് ഡയമണ്ട് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം. അതിന് ടെസ്റ്റിംഗ് കിറ്റ് ഉണ്ട്. അതിനുള്ള കോഴ്സുകൾ ഇവിടെ നമുക്ക് ജയ്പൂർ അതുപോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇവിടെ ആ കോഴ്സ് ഏകദേശം 1 മാസമുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ പഠിക്കാം. അതല്ലെങ്കിൽ ഒരു ജെമോളജിസ്റ്റിനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ നിങ്ങൾക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുക, നിങ്ങൾക്ക് വേണ്ട ഡയമണ്ട്സ്, അതായത് മൈനിൽ നിന്ന് നേരിട്ട് ഖനനം ചെയ്ത് ഓരോ ദിവസവും എടുക്കുന്ന സാധനം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അതിന്റെ ക്യാരറ്റ് മനസ്സിലാക്കി അതിന്റെ പ്യൂരിറ്റി നിങ്ങൾക്ക് സ്വയം ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം അവിടുത്തെ ജെമോളജിസ്റ്റിനെ കൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. തുടർന്ന് അവിടുത്തെ ഗവൺമെന്റ് ഇത് ടെസ്റ്റ് ചെയ്യും. സോ അതിന്റെ ഒരു ഓർഗനൈസേഷൻ ബോഡിയാണ് കിംബർലി സർട്ടിഫിക്കേഷൻ എന്ന് പറയും. സോ കിംബർലി സർട്ടിഫിക്കേഷൻ വേൾഡ് വൈഡ് അംഗീകരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് ഡയമണ്ട് വാങ്ങിച്ച് ആ സർട്ടിഫിക്കറ്റ് കൂടി 100% ലീഗലി ഇതുമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നിറങ്ങിയാൽ നിങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടത് ഇവിടെ ആ ഡയമണ്ടിന്റെ വാല്യൂവിന്റെ 0.25% ആണ്.
4% സർക്കാരിന് വില നമ്മൾ കൊടുക്കുക. അതിനുശേഷം അതുമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ പോളിഷിംഗ് യൂണിറ്റുകളെ, കാരണം ഇന്ത്യയിലെ സൂററ്റ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം ഡയമണ്ട്സ് പോളിഷ് ചെയ്യപ്പെടുന്നത്, കയറ്റി അയക്കപ്പെടുന്നത്. അവിടുത്തെ പോളിഷിംഗ് യൂണിറ്റുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റഫ് ഡയമണ്ട് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയമണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിന്റെ പ്യൂരിറ്റി, ആ ഒരു വലിപ്പം അല്ലെങ്കിൽ ആ റഫ് ഡയമണ്ടിന്റെ കളർ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഡയമണ്ടിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് പലപ്പോഴും അൺലിമിറ്റഡ് ആണ്. സോ ഏകദേശം 20% പ്രോഫിറ്റ് ഉള്ള ഒരു കച്ചവടമാണ് ഡയമണ്ട്. ഗോൾഡിനേക്കാളും വലിയ പ്രോഫിറ്റ് ഉള്ള ഒരു കച്ചവടമാണ് ഡയമണ്ട്. പക്ഷേ ഈ 20% എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതിന്റെ വാല്യൂ, വലിപ്പം, കളർ അനുസരിച്ച് ചിലപ്പോൾ അത് 50%, 100% പോലും ലാഭം കിട്ടാവുന്ന ഒരു ബിസിനസ് ആണ്. ഇതിന് ഒരുപാട് കോടികളൊന്നും വേണ്ട. നിങ്ങൾക്ക് കുറച്ച് ഡയമണ്ട്, അതായത് വളരെ കുറച്ച് ഡയമണ്ട് ആണെങ്കിൽ 1-2 പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. അതായത് ഒരുപക്ഷെ ഇതൊന്നും നമ്മുടെ ചുറ്റുമാരും പറഞ്ഞോ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാരുടെയെങ്കിലും കൂടെ പണിക്ക് പോകും അല്ലെങ്കിൽ അവിടെ ജോലിക്ക് കയറി എന്ന് മാത്രം പറഞ്ഞ് കേട്ടത് കൊണ്ടായിരിക്കാം നമുക്ക് ഇതൊക്കെ വലിയ അത്ഭുതമായിട്ടും ഇതൊക്കെ മറ്റാർക്കൊക്കെയോ മാത്രം സാധിക്കുന്ന കാര്യമായിട്ട് നമ്മൾ കുറെ പേർക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഇത്രയും സിമ്പിൾ ആണ്. ഇത് ഞാൻ നേരിട്ട് പോയി ചെയ്ത് അനുഭവിച്ച അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സോ ഡയമണ്ട് ബിസിനസ് ആർക്കും ചെയ്യാം, നിങ്ങൾക്കും.